ഓ പുല്ല്, ഞാനെന്തിനാ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണേ. ടീക്കോ മായിച്ചേളാ, നീയൊരു സിഗ്മയാണ്. ഓ, ഇതൊന്നും വർക്കാന്ന് തോന്നണില്ല. ഉറങ്ങാൻ നേരം മൂടാക്കാനായിട്ട് ഓരോ ദുശ്ചിന്തകള്. കാണാനൊക്കെ കൊള്ളാം. ഓ ടീക്കോ, നീ എന്താണ് ഇങ്ങനെ? ഒരുത്തം ഒന്ന് ഇടിച്ചു കാണിച്ച നീ അങ്ങ് മയങ്ങിപ്പോകോ? മാണാവോണാഞ്ച്. ഹോ, പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ടീക്കോ, you are so beautiful baby. പോവാടുന്നു, എനിക്ക് നാണം വരുന്നു. അമ്മേ, സ്വപ്നായിരുന്നോ പുല്ല്? ഓ, എനിക്കിത് എന്തിന്റെ കേടാണോ? ഉറക്കം കളയാനായിട്ട് അയാളോട് കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്നതായിരിക്കും എനിക്ക് നല്ലത്. അതെന്തോ ഒരു സൗണ്ട്. ഇച്ചായ, ടീക്കോ നീ ഉറങ്ങിയില്ലേ? അത് വിട്, ഇച്ചായ നീ പാതിരാത്രി എവിടെ പോയിട്ട് വരുവ? അതൊന്നുമില്ലടാ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. അതാ. ഏത് ഫ്രണ്ട്സ്? അത് നിനക്ക് അറിഞ്ഞൂടാ. ചെല്ല്, നീ ചെന്ന് കിടക്ക്. ഉറക്കളിച്ച ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരും. ചെല്ല്. എന്തോ ഒരു ഉടായിപ്പ് മണക്കുന്നുണ്ടല്ലോ. ഞാൻ കണ്ടുപിടിച്ചോളാം. ഹേയ് ബേബി. ഓ, മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്താ, ഇന്നൊരു മൂവി ഡേറ്റിന് പോയാലോ? തനിക്കൊരു തവണ പറഞ്ഞ മനസ്സിലാകും വിക്കി. ഒരു ചാൻസ് തന്നൂടെ? എന്തായാലും താൻ കുറച്ച് കഴിയുമ്പോ ഒരു കല്യാണമൊക്കെ കഴിക്കും. അത് ഞാനായിക്കൂടെ? ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. ഐ എം സോറി, ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യാൻ പറഞ്ഞതല്ല. എന്നാ ശരി, ബൈ. ഫീലായി കാണുമോ? ഹേയ് റിച്ചാർഡ്, എന്താ ഇന്ന് ലേറ്റ് ആയേ? അതങ്കിൾ കോളേജിലെ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ വൈകിയേ. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, കഴിക്കാം. റിച്ചാർഡ്, കോളേജിൽ വന്നിട്ട് ഹാളിൽ തന്നെ നിക്കണ എന്തിനാ? അത് ഞാൻ അപ്പനോട്. ഏതപ്പൻ? നിന്റെ അപ്പൻ ബെഞ്ചമിൻ അല്ലേ? അങ്ങനെ ഇവിടെ ഇല്ലല്ലോ. പിന്നെ? അത് ഏജ്, അങ്ങനെ ഈ വീട്ടിൽ പലരും കാണും. അവരോടെല്ലാം പോക്കുവരവ് എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അത് റൂമിൽ പോ. താൻ എന്തീ കാണിക്കണേ? സ്വന്തം അപ്പനോടാണോ? നിർത്ത്. എന്റെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടണ്ട. പിന്നെ ഞാൻ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ളവരോട് അധികം ക്ലോസ് ആവാൻ നിൽക്കണ്ട. റിച്ചാർഡ്, കൺട്രോൾ. ഇപ്പൊ നീ നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്തില്ലേ, നിന്റെ വായി തോന്നുന്നത് നീ പറയും. മിസ്റ്റർ കെട്ടിയോൻ, താൻ എന്തൊരു പൊട്ടനാണോ? തന്നെ ഞാൻ എന്റെ ഹസ്ബൻഡെ അംഗീകരിക്കുക എന്നത് ഞാൻ തന്റെ ഫാമിലിയെ അംഗീകരിക്കുക എന്നതും കൂടി ഉൾപ്പെടുന്നതല്ലേ? കുറച്ചു സമയമെങ്കിലും മനുഷ്യന്മാരെ പോലെ പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യും. ഇല്ല, എനിക്ക് തന്നെ ഇപ്പോ തോന്നി തുടങ്ങുക ഞാൻ ജീവിക്കുന്നത് ഏത് ഏലിയന്റെ കൂടെയാണെന്ന്. ഞാനെന്നാ പോയി കുളിച്ചിട്ട് വരാം. ഡാ, ഞാൻ പോയേ. ഇവൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണെന്നാ തോന്നണേ. നിനക്ക് ബാത്റൂമിൽ വെച്ച് ഡ്രസ് ഇട്ടിട്ട് വന്നൂടെ? ഭയങ്കര ചൂടാന്നേ. ഞാനിതിൽ ഊരിക്കളഞ്ഞിട്ട് കിടന്നാലോ എന്ന് ആലോചിക്കുക. എന്ത്? അതിനിപ്പോ എന്താ? ഇവിടെ നമ്മൾ രണ്ടുമല്ലേ ഉള്ളൂ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതാണ് പ്രശ്നം. നിങ്ങളെന്റെ ഹസ്ബൻഡ് അല്ലേ, പിന്നെന്താ? നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കാതെ ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് പോകും. തന്നെ കണ്ടിട്ട് എനിക്കിപ്പോ ചിരി വരുന്നു. ഓ, അങ്ങനാണോ? എന്റെ ഇപ്പൊ ചിരിക്കുന്നല്ലേ?
ഇല്ല, ഇപ്പൊ എനിക്ക് ചിരിക്കാനല്ല, വേറെന്തൊക്കെയോ തോന്നണേ. ആ തോന്നല് നിന്റെ നല്ലതിനല്ല. ഹേയ്, എവിടേക്കാ ഇത്ര ധൃതിയിൽ? എന്താ റിച്ചാർഡ്, നിനക്ക് എന്താ പറ്റിയേ? താനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണേ, പിന്നെന്താ? ഓ, പകരം വീട്ടുവാണോ? മേ ബി, ബട്ട് ഇതിനൊക്കെ ഒരു ത്രില്ലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. റിച്ചാർഡ്, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാകൂല. ഇപ്പൊ ഷർട്ട് എടുത്തിട്ട് വെറുതെ മനുഷ്യനെ ചീത്തയാക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ കാണില്ല 2 ദിവസം. ചെറിയൊരു പണിയുണ്ട്, നീ കഴിച്ചിട്ട് കിടന്നു. ബൈ 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 ഹബി. മതി എന്നെ ടീസ് ചെയ്തത്. ചിലപ്പോ ഞാനങ്ങ് കയറി സീരിയസ് ആയാലോ. അധികം വൈകാതെ ഞാൻ നിന്നെ കുപ്പിയിലാക്കുക ജേ. അങ്കിൾ. ആ, റിച്ചാർഡ്. അങ്കിൾ സിഗരറ്റ് വലിക്കോ? അത് ഹേയ് കളയണ്ട, ആദ്യമായിട്ടാ കാണുന്നേ, അതുകൊണ്ടാ ചോദിച്ചേ. അത് പിന്നെ എപ്പോഴും ഇല്ല, മൈൻഡ് ഔട്ട് ആകുമ്പോ മാത്രം 2-3 പഫ്, അത്രേ ഉള്ളൂ. എന്താ ഇങ്ങോട്ട് വന്നേ? അതൊന്നുമില്ല അങ്കിൾ, ഏജ് പോയില്ലേ. തോന്നി. അങ്കിളിന് എന്നോട് ദേഷ്യമാണോ? നിന്നോടോ? ഹേയ്, നിന്നോടൊരു ദേഷ്യമില്ല. അതിനു മാത്രം നീ എന്താ ചെയ്തേ? അത് പിന്നെ റിച്ചാർഡ്, എനിക്ക് ദേഷ്യം ആർലയോടാണ്, അവന്റെ പ്രവൃത്തികളോടാണ്. നീ ഒരു നല്ല പയ്യനാ, അവന്റെ ഇഷ്ടത്തിനാണ് അവൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അത് ബാധിക്കുന്നത് നിന്റെ ലൈഫിനെയാ. എനിക്ക് നന്നായി അറിയാം നീ ഇതൊന്നും അല്ല ആഗ്രഹിച്ചതെന്ന്. എന്റെ മകൻ കാരണം മറ്റൊരാൾ വേദനിക്കാൻ പാടില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കേൾക്കുന്ന നീ വിചാരിക്കും ഇങ്ങേരെന്താ ഈ പറയണേ? ഏജ് എണ്ണി തീർക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണോ എന്നൊക്കെ. അവരാരും നിയമത്തിന് മുന്നിൽ നല്ലവരായി എനിക്ക് തോന്നിയിട്ടില്ല. ഐ നോ ഹീസ് ബാഡ് ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഈവിൾ. എന്നിരുന്നാലും ചെയ്യുന്നത് തെറ്റ് തന്നെയാ, അത് ഞാൻ ന്യായീകരിക്കുന്നില്ല. മറ്റൊരാളുടെ ജീവൻ എടുക്കാനോ ഉപദ്രവിക്കാനോ നമുക്ക് അവകാശമില്ല. നമുക്ക് അവകാശമില്ലാത്ത എന്ത് ചെയ്താലും അത് തെറ്റ് തന്നെയാ. നീ ഒരു ചെറിയ പയ്യനാ. എന്റെ മകൻ കാരണം നിനക്കൊന്നും സംഭവിക്കരുതെന്നേ എനിക്കുള്ളൂ. നിങ്ങൾ രണ്ടുപേരും പൂർണ്ണ മനസ്സോടെയാണ് ഒരുമിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അങ്കിൾ, ഞാൻ ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങി. ഏജക്കാരോടും ഒന്നിനോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ല, അതുകൊണ്ടാ ഇങ്ങനൊക്കെ. അത് ശരിയാ, പക്ഷെ അവൻ നല്ലൊരു പയ്യനായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു 19കാരൻ. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടായിരുന്നു. ചാച്ചനായിരുന്നു അന്ന് ഈ ഗ്യാങ്ങിന്റെ ഹെഡ്. അന്നൊന്നും എനിക്കിത്ര എതിർപ്പുണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചാച്ചന്റെ താല്പര്യം കൂടിയായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ചാച്ചന്റെ ശത്രുക്കള് വീട് വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. കുറെ ഗ്യാങ്ങി ഉൾപ്പെട്ടവര് മരിച്ചു. അന്ന് ചാച്ചൻ വീട്ടിലില്ലാത്ത ടൈമായിരുന്നു. ഹാളിലോടെ മുന്നിൽ വെച്ച് അവന്റെ അമ്മ, അതായത് എന്റെ സെറീന, അവര് കൊന്നുകളഞ്ഞു. അവന് വെറും 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് അവൻ ആദ്യം ഈ തോക്കെടുത്തെ. അവിടെ വന്ന എല്ലാത്തിനെയും അവൻ ഒറ്റയ്ക്ക് തീർത്തു കളഞ്ഞു. സ്വന്തം അമ്മ മരിക്കുന്നത് കണ്ടു നിന്ന് ഏതൊരു മകനും ഉണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അവനീന്ന് പുറത്തു വന്നു. അന്ന് അവൻ തീരുമാനിച്ചതാ തന്റെ അമ്മയെ കൊന്നവന്റെ അടിവേര് വരെ അവൻ നശിപ്പിക്കുമെന്ന്. അങ്ങനെ ഇറങ്ങി തിരിച്ചതാ. പിന്നെ ചാച്ചൻ ഉത്തരവാദിത്തങ്ങളെല്ലാം അവന് കൈമാറി. അവൻ അതിന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അന്ന് കല്ലായതാ അവന്റെ മനസ്സ്. പിന്നീട് അവൻ ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നോട് മര്യാദയ്ക്ക് പോലും വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ സൈഡാക്കാനായി ഓരോ ഡയലോഗ് പറയും, അത്രേ ഉള്ളൂ. ആകെ ചാച്ചനോട് മാത്രം സംസാരിക്കും. അവന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ അവനെ സ്നേഹിക്കുന്ന ഒരു അപ്പനുള്ള കാര്യം അവൻ മറന്നുപോയി. കുറെ നാൾക്ക് ശേഷം എന്നെ എതിർത്തുകൊണ്ടാണേലും അവൻ എന്നോട് സംസാരിച്ചത് നിങ്ങളുടെ കല്യാണക്കാര്യം പറയാനാ. പിന്നെ അവൻ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കല്യാണത്തിന് ഒന്ന് ചിരിക്കുന്നത് ഞാൻ കാണുന്നേ. അതിൽ എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്കറിയില്ല. സന്തോഷിക്കണോ അതോ വിഷമിക്കണോ എന്നറിയാൻ പാടില്ലായിരുന്നു. റിച്ചാർഡ്, നിന്നോടെങ്കിലും അവൻ ഇഷ്ടം തോന്നിയാ അവൻ മാറുമെന്ന് എനിക്കൊരു ഹോപ്പുണ്ട്. അവന് മുന്നോട്ട് ജീവിക്കാൻ ഒരു കാരണമാകും. ഒരു മനുഷ്യന് വേണ്ടതും അത് തന്നെയാണ്. അങ്കിൾ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്കിളിന്റെ മാനസികാവസ്ഥ. പക്ഷേ ഏജ് എന്നോട് ചെയ്തതൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. ടീനേജറായ നിനക്ക് ദേഷ്യവും പകയൊക്കെ തോന്നാം. അവൻ ചെയ്തത് വെച്ച് നോക്കുമ്പോ തോന്നിയില്ലേ അത്ഭുതമുള്ളൂ. നിനക്ക് നിന്റേതായ തീരുമാനങ്ങളുണ്ട്. എതിർഭാഗത്തിന്റെ മകനാണെന്ന് കരുതി നിന്നെ ഞാൻ ഒന്നിനും എതിർക്കില്ല. പിന്നെ നിനക്ക് ഞാൻ ചെറിയൊരു ഉപദേശം തരാം. ആളുകളോട് വെറുപ്പും ദേഷ്യവും നമുക്ക് തോന്നാം. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, അത് സ്വാഭാവികമാണ്.
എന്ന് കരുതി അമിതമാകരുത്. വെറുപ്പും പകയും നമ്മുടെ ലൈഫിനെ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. അത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. പിന്നെ അപ്പനെ ഓർത്ത് പേടിക്കണ്ട. ബെഞ്ചമിന് ഒരു കുഴപ്പമില്ല. അല്ല, നീ അതിനെപ്പറ്റി വെറീഡാണെന്ന് എനിക്കറിയാം. അതാ പറഞ്ഞേ. എന്നാ ചെന്ന് കിടക്ക്, മഞ്ഞുകൊള്ളണ്ട. ഗുഡ് നൈറ്റ് അങ്കിൾ. എവിടെ നോക്കിയാടാ നടക്കുന്നേ? സോറി, ഞാൻ കണ്ടില്ല. എന്റെ ഡ്രസ്സ് മൊത്തം അഴുക്കായി. ഇനി നീ ഇത് കഴുകി തരുമോ? അത് ചേട്ടാ അറിയാതെ പറ്റിയതാ. ഞാൻ വേണേ വാഷ് ചെയ്ത് തരാം. ഓ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? നീ കൊള്ളാമല്ലോ. ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അതിന് നീ ഏതാടാ? മാറി നിക്ക്. ചേട്ടാ കയ്യിന്ന് വിട്, എനിക്ക് പോണം. അനങ്ങിയാ നിന്റെ മോന്ത അടിച്ച് ഞാൻ തിരിക്കും. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? ഇത് ഏച്ചയുടെ റൈറ്റ് ഹാൻഡ് അല്ലേ ജൂയി? നീ ആണാണെങ്കി അവനൊന്ന് തൊട്ടുനോക്ക്. അത് അത് ജൂയി, എനിക്കിവനെ അറിയത്ത് പോലുമില്ല. ചുമ്മാ ഞാൻ ഇവനെ ഒന്ന് പേടിപ്പിക്കാൻ, അല്ലാതൊന്നുമില്ല. വളരെ വേഗം വേണ്ട. ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിച്ചു. വാടാ പോകാം. ഹേ ടീക്കോ, നിക്ക്. തനിക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എനിക്ക് ആരോടും ഒന്നുമില്ല. നീ ഓക്കെ അല്ലേ? ആൽഫി, നീ പൊക്കോ, ഞാൻ വന്നോളാം. ഓക്കേടാ. അതാരാ? എന്റെ കസിനാ. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അതെന്താ പോകാൻ തോന്നിയില്ല? അതെന്താന്നാ ചോദിച്ചേ? അതെന്തിനാ താനറിയണേ? ടീക്കോ, വഴക്കിടാൻ എനിക്കിപ്പോ ടൈമില്ല. എന്നാ താൻ പൊക്കൂടെ, തിരക്കാണേ. അതെങ്ങനെയാ? നിന്നെ ഇങ്ങനെ കണ്ടിട്ട് കാര്യം അറിയാതെ പോയാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്താടാ, എന്താ പറ്റിയേ? ഇന്നെന്റെ ബർത്ത്ഡേ. ടീക്കോ, എന്നിട്ടാണോ? വിഷിംഗ് യു ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ടു യു. എന്തോന്ന് ഹാപ്പി? ഇന്ന് എന്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷം തികയുക. അതിന്റെ ചെറിയ സെർമണി ഉണ്ടായിരുന്നു. അതാ പിന്നെ കോളേജിൽ പോകാന്. പിന്നെ പോവാനും തോന്നിയില്ല. അച്ഛൻ എന്ത് പറ്റിയതാ? ആക്സിഡന്റ് ആയിരുന്നു. ഓ, പക്ഷെ അത് കരുതിക്കുട്ടിയാണെന്ന് അറിയില്ല. ഞങ്ങളെല്ലാം അതിന് മോണാകാൻ ശ്രമിക്കുവോ? പക്ഷെ ചേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതൊരു ആക്സിഡന്റ് അല്ലെന്നാ. അച്ഛൻ പണി കഴിഞ്ഞെന്റെ പിറന്നാളിന് കേക്കായി വരാന്ന് പറഞ്ഞ കോള് വെച്ച്. പിന്നെ ഞങ്ങൾ അറിയണത് അച്ഛൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലാണെന്നാ. ഞങ്ങള് ചെല്ലേണ്ട താമസം അച്ഛൻ പോയി. ഹേയ്, കരയാതെ. ഞാൻ ജനിച്ച ദിവസം തന്നെ എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. എന്നും എനിക്കതൊരു മുറിവായി തന്നെ കാണും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏയ് സാരില്ലടാ, പോട്ടെ. അതൊക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് നഷ്ടപ്പെട്ടവരാരും തിരിച്ചു വരില്ല ടീക്കോ. അതുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. മൂവ് ഓൺ ആവ്. ബാ. എങ്ങോട്ട്? വാട ചക്ക. ഇത് കട്ടി. കട്ട് ചെയ്തേക്ക. ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഞാനൊന്നും പ്രസന്റ് ചെയ്തില്ലെന്ന് വേണ്ട. അതിന് ഞാൻ നീയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നറിയാം. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. താൻ എല്ലാരോടും ഇങ്ങനെയാണോ? എന്ത് തോന്നുന്നു? തന്റെ പ്രൊഫഷൻ വെച്ചിട്ട് എനിക്കങ്ങനെ അല്ലെന്നാ തോന്നണേ. എക്സാക്ട്ലി. ബട്ട് വൈ ഓൺലി മീ? ഐ ഡോണ്ട് നോ. ഞാൻ ഗേൾസിനോടൊക്കെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ബോയിനോട് അഫെക്ഷൻ തോന്നണേ. എന്താ അതിന്റെ റീസൺ എന്നെനിക്കറിയില്ല. എന്നെ പോലെ കാണാൻ ഭംഗിയുള്ള ചെക്കനോട് അട്രാക്ഷൻ തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ്. എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഞാനൊരു മാഫിയ ആയോണ്ടാണോ നീ എന്നോട് അകലം പാലിക്കുന്നേ? ഇതിനുള്ള ഉത്തരം താൻ എന്താ പ്രതീക്ഷിക്കുന്നേ? എനിക്കറിയാം ടീക്കോ, സാധാരണ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇവിടെ ഇതൊക്കെ ഇപ്പോ നോർമൽ അല്ലേ?
എന്താണേലും തന്റെ ഒപ്പീനിയൻ ഞാൻ മാനിക്കും. ശരി. അതെ, ഞാൻ കരുതിയ പോലെ താൻ ഏജയെ പോലെ അല്ലല്ലോ. അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞാനും അവനും തമ്മിൽ ഒരുപാട് സാമ്യതകളും അതേപോലെ വ്യത്യാസങ്ങളും ഉണ്ട്. ജൂയി, അങ്ങനെ വിളിക്കാലോ അല്ലേ? താനൊരു മാഫിയ ആയോണ്ടല്ല ഞാൻ തന്നോട് അകലം പാലിച്ച്. നിങ്ങൾ റിച്ചാർഡിനോട് ചെയ്തതൊക്കെ ഓർത്തപ്പോ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എനിക്ക് സ്വാഭാവികമായി നിങ്ങളോട് വെറുപ്പ് തോന്നും. പിന്നെ എന്റെ മനസ്സ് കൈവിട്ട് പോകുമോ എന്നോർത്തിട്ട് കൂടിയാ ഞാൻ അകലം പാലിച്ച്. എല്ലാവർക്കും പറയാനായി ഒരു പാസ്റ്റ് ലൈഫ് കാണും. നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അതനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാ തന്റെ പ്രൊഫഷൻ. ഞാൻ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് മനസ്സിലായത് മാഫിയ ആകുന്നതിന് ഒരു വേദനിപ്പിക്കുന്ന പാസ്റ്റ് കാരണമായിരിക്കുമെന്ന്. ജോയി, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടേതായ ശരിയും തെറ്റും ഉണ്ടാകും. മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്, അതേ ലൈഫ് ജീവിക്കാനാണ് പാട്. അതുകൊണ്ട് മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കരുത്. നമുക്ക് സ്വയമേ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം. നന്നാവുന്നതൊക്കെ, പക്ഷേ ആർക്ക് വേണ്ടിയും, ഇനിയിപ്പോ പാർട്ട്ണറിന് വേണ്ടിയാണേ പോലും നമ്മുടെ ക്യാരക്ടർ മാറ്റരുത്. നമ്മുടെ ട്രൂ സെൽഫ് എങ്ങനെയാണോ അങ്ങനെ ഇഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ സ്നേഹം. എന്താണ്, ഫുള്ള് സാഹിത്യമാണല്ലോ. ഈ സ്റ്റോറീസ് വായിക്കുന്നതിന്റെ ഹാങ് ഓവറാ. കുറച്ച് കഴിയുമ്പോ മാറും. എന്നിട്ട് ഞാൻ തന്നെ ഇതൊക്കെ ഓവർ തിങ്ക് ചെയ്ത് മുങ്ങും. ശീലമായേ. കൊള്ളാം. നാളെ എന്താ പരിപാടി? നാളെ പള്ളിയിൽ പോണം. എന്തിന്? ഹലോ മിസ്റ്റർ, നാളെ സൺഡേയാ. ഓ, കഷ്ടം തന്നെ. അത് പിന്നെ എന്നാ ഞാൻ പോവാ. എന്താ മോനെ ഒരു ചിരി? ഹേയ്, ഒന്നുമില്ലടാ. നീ എന്താ വൈകിയേ? ഞാൻ പറഞ്ഞതല്ലേ വൈകിട്ട് പോകാനുള്ളതാണെന്ന്. അത് പിന്നെ ഈയിടെയായി നിന്റെ മൈൻഡ് ഡൈവേർട്ട് ആകുന്നു എന്നൊരു സംശയം. ഹേയ്, അങ്ങനൊന്നും ഇല്ലടാ. അല്ല, നമ്മള് നാളെ രാവിലെ ഇങ്ങി വരൂലേ? എന്തേ? അല്ല, നാളെ പള്ളിയിലൊന്ന് പോണം, അതാ. പള്ളിയിലോ? നിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം എന്റെ കല്യാണത്തിനാകും നീ ഒന്ന് പോയേ. നീ സൺഡേ പള്ളിയിൽ പോകണം അല്ലേ? അത് പിന്നെ കുറച്ചൊക്കെ ദൈവവിശ്വാസം ആകാലോ. ആയിക്കോ, അവസാനം ഞാൻ കൈയോടെ പിടിക്കുമ്പോഴും കാണണം ഈ വിശ്വാസം. എന്റെ പൊന്ന അലക്സ്, നിനക്ക് പ്രാന്താണ് ഈ പാതിരാത്രി ഇങ്ങോട്ട് വരാൻ? നീ അല്ലേ മെസ്സേജ് അയച്ചേ ഫീലായോ, ഫീൽ ആകാനായി പറഞ്ഞതല്ല എന്നൊക്കെ? മെസ്സേജ് അയച്ചെന്ന് വെച്ച് മതില് ചാടി വരേണ്ട ആവശ്യമുണ്ടോ? അത് വീട്, ഇപ്പൊ ഞാൻ വന്നില്ലേ, അതുകൊണ്ട് പറഞ്ഞൂടെ എന്നെ ഇഷ്ടമാണെന്ന്? എനിക്കറിയാം വിക്കി, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ നിന്റെ ഫാമിലി ഓർത്തിട്ടൊക്കെ അല്ലേ? എനിക്കറിയാം. എടാ, എന്റെ ഫാമിലിയിൽ നിന്ന് കുഴപ്പമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ എല്ലാവർക്കും സ്വയം അഭിപ്രായമുള്ളവരാ. അവരെന്റെ കാര്യത്തിൽ ഇടപെടില്ല. എന്നാലും ഒരു കുഴപ്പം, എല്ലാത്തിനും ഒരു മുൻകരുതലോടിരിക്കണം. അറിയാലോ, ഒരുപാട് ശത്രുക്കളുള്ള ഫാമിലിയാ ഞങ്ങളുടെ. ആരൊക്കെ എന്തൊക്കെ തരത്തിലാ പകരം വീട്ടുകയെന്ന് അറിയില്ല. അത് വളരെ ശരിയാ. ഇപ്പൊ ആരാണ് പണി തരിക എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതില്ല. ദൂരെ നിൽക്കുന്നവരെക്കാൾ കൂടെ നിൽക്കുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. അത് തന്നെ. ഇപ്പൊ എന്നെ കണ്ടില്ലേ? ഇനി ചെല്ലാൻ നോക്ക്. എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടണേ? എടാ, ആരെങ്കിലും കണ്ട ആര് കാണാനാ? അതിന് ഏജ് ഇവിടില്ലല്ലോ. അത് നിനക്കിങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എന്നാ ഈ മൗനം ഞാൻ സമ്മതമായി എടുക്കുക. എന്നാ ഒരു ഉമ്മ കൂടെ തരുവോ? എടാ പോടാ, ഇത്രയും നേരം നിന്നെ ആര് കാണാഞ്ഞത് തന്നെ വലിയ കാര്യം. അപ്പൊ അതുകൊണ്ടാണല്ലേ? ഇല്ലേൽ തരാ സമ്മതിച്ചേനെ. ഇവൻ ശരി, ഞാൻ പോവാ. അല്ലേലും നമ്മളെ കാത്തിരുന്ന് കിട്ടുന്ന റിസൾട്ടിനെ ഒരു പ്രത്യേക സുഖാണ്. എന്നാ ഞാൻ ചെല്ലട്ടെ? വേഗം ചെല്ല്, ആരും കാണണ്ട. എന്നാ ഞാൻ പോയേക്കുവാ. ഇനി എന്നെ അകത്ത് കണ്ടില്ലെങ്കിൽ പണിയാവും. ബൈ. എന്തൊക്കെ വന്നാലും ഇതിനൊരു അവസാനം ഞാൻ കാണും.